അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല രചിച്ച വളരെ പ്രസിദ്ധമായ അൽ ഖവാഇദുൽ അർബഅ എന്ന ചെറുകൃതി, അതിനെ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ല വിവരിക്കുകയാണ്. ആ വിവരണത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉദ്യമത്തെ നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാനും അത് സ്വാലിഹായ ഒരു കർമ്മമായി സ്വീകരിക്കട്ടെ എന്നും ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ ഷെയ്ഖ് അവറുകൾ സ്വീകരിച്ചിരിക്കുന്ന രീതി വളരെ ഹ്രസ്വമായി ലളിതമായി ഇതിനെ വിവരിക്കുന്ന രീതിയാണ്. ഒരു ഖാരി ഗ്രന്ഥത്തിൻ്റെ ഭാഗങ്ങൾ വായിച്ചു കൊടുക്കുന്നു, അതിനെ ഷെയ്ഖ് അവറുകൾ വിശദീകരിക്കുകയാണ്. ആദ്യമായി ഇത് വായിക്കുന്ന ഖാരിൻ്റെ ആമുഖത്തോടെയാണ് ഇതിൻ്റെ ആരംഭം. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء وأشرف المرسلين نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا وارفعنا بما علمتنا، واغفر لنا ولوالدينا وأزواجنا وذرياتنا ومشايخنا ومن له حق علينا وسائر المسلمين برحمتك يا أرحم الراحمين. اللهم اغفر لشيخنا والحاضرين والمستمعين يا أكرم الأكرمين. قال الشيخ الإمام محمد بن عبد الوهاب أجزل الله له الأجر والثواب في رسالته القواعد الأربع. بسم الله الرحمن الرحيم. أسأل الله الكريم رب العرش العظيم أن يتولاك في الدنيا والآخرة، وأن يجعلك مباركا أينما كنت، وأن يجعلك ممن إذا أعطي شكر، وإذا ابتلي صبر، وإذا أذنب استغفر، فإن هؤلاء الثلاثة عنوان السعادة. بسم الله الرحمن الرحيم. أسأل الله الكريم رب العرش العظيم أن يتولاك في الدنيا والآخرة. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ആരംഭിക്കുന്നു. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു എല്ലാവിധ സ്തുതികീർത്തനങ്ങളും. അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയുമെല്ലാം അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായ, മുർസലീങ്ങളിൽ ഏറ്റവും ആദരണീയനായ നമ്മുടെ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും അനുചരന്മാരുടെ മേലുമെല്ലാം വർഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ ഇൽമുകൾ നമ്മെ പഠിപ്പിക്കുകയും നമ്മെ പഠിപ്പിക്കുന്നതായ ഇൽമുകളിൽ നിന്ന് നമുക്ക് പ്രയോജനം നേടാനും അത് മുഖേന ഉയർച്ച ഉണ്ടാകുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഇണകൾക്കും സന്തതികൾക്കും നമ്മുടെ മശായിഖന്മാർക്കും നമുക്ക് കടപ്പാടുകളുള്ള ആളുകൾക്കും മുഴുവൻ മുസ്ലിമീങ്ങൾക്കും പാപമോചനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മുടെ ഷേഖിനും ഈ മജ്ലിസിൽ ഹാളിറായിട്ടുള്ളവർക്കും ഇത് കേൾക്കുന്നവർക്കും പാപമോചനം നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറയുകയാണ് ഈ റിസാലയുടെ തുടക്കത്തിൽ, അള്ളാഹു ഈ ഗ്രന്ഥം രചിച്ചതിന് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം, അദ്ദേഹത്തിൻ്റെ അതിനുള്ളതായ കൂലി വർദ്ധിപ്പിക്കുകയും അത് മഹത്വമുള്ളതാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം ഇതിനെ ആരംഭിക്കുന്നത് പ്രകാരമാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ആരംഭിക്കുന്നു. അസ്അലുല്ലാഹൽ കരീം, ബഹുമാന്യനായ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അർഷിൻ്റെ മഹത്തായ അർഷിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനോട് ദുനിയാവിലും ആഖിറത്തിലും നിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് നീ എവിടെയാണ് എങ്കിലും നിന്നെ അനുഗ്രഹീതനാക്കുവാനും ആ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ വഅൻ യജഅലക മിമ്മൻ ഇദാ ഉഅതിയ ശകർ, അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടാൽ നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി, പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമയവലംബിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്, പാപം ചെയ്തു പോയി കഴിഞ്ഞാൽ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരുടെ കൂട്ടത്തിലും നിന്നെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ആ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഫഇന്ന ഹഉലാഇ സലാസ ഉൻവാനു സആദ, കാരണം ഈ മൂന്ന് കാര്യങ്ങളാണ് സൗഭാഗ്യത്തിൻ്റെ തലവാചകങ്ങൾ. സൗഭാഗ്യം ഈ മൂന്ന് കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണുള്ളത് എന്നുള്ളതിനാൽ. بسم الله الرحمن الرحيم.
الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. من عادة الشيخ رحمه الله الطيبة أنه كان يبدأ كلامه بالدعاء لمن يستمع ومن يبلغه هذا النداء، وهذا دليل على نصحه رحمه الله للأمة وحرصه على نجاتها، فإنه يدعو للمسلمين عامة وخاصة دائما وابدا، ويفتتح كلامه بالدعاء للمسلمين كما سمعتم في مبدأ هذه الحلقة المباركة إن شاء الله. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അതിന് വിശദീകരണം നൽകുകയാണ്. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ആരംഭിക്കുന്നു. അള്ളാഹുവിനാണ് എല്ലാവിധ സ്തുതികളും. നമ്മുടെ റസൂൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹുവിൻ്റെ ഗുണവും സമാധാനവും വർഷിക്കുമാറാകട്ടെ. ആ റസൂലിൻ്റെ കുടുംബത്തിൻ്റെ മേലും മുഴുവൻ അനുചരന്മാരുടെ മേലും അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും വർഷിക്കുമാറാകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ വളരെ വിശിഷ്ടമായ ശൈലിയിൽപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ കിതാബുകൾ, വാക്യങ്ങൾ ഒരു പ്രാർത്ഥന കൊണ്ട് ആരംഭിക്കുന്നു എന്നുള്ളത്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടി, ഇത് എവിടെയെല്ലാം എത്തുന്നുവോ വായിക്കുന്നുവോ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയോടെയാണ് ഇതാരംഭിക്കുന്നത്. ഇത് ഈ ഒരു ശൈലി ഷെയ്ഖുൽ ഇസ്ലാം എത്രത്തോളം ഈ ഉമ്മത്തിനോട് കരുണ ഉള്ളവനും ഗുണകാംക്ഷയുള്ളവനുമാണ് എന്നുള്ളതിനുള്ള തെളിവാണ്. ഈ ഉമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിയായി മോഹിക്കുന്നവനായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം എന്നുള്ളതിലേക്ക് അറിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ശൈലി. കാരണം ഇവിടെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പൊതുവെയും പ്രത്യേകമായി കൊണ്ടും നിരന്തരം ഷെയ്ഖ് അവറുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ കലാം ആരംഭിച്ചിരിക്കുന്ന വാക്കുകൾ ആരംഭിച്ചിരിക്കുന്നത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്, നാം കുറച്ചു മുമ്പ് കേട്ടതുപോലെ. حفظكم الله. هذه الرسالة رسالة الشيخ القواعد الأربع، في نبذة عنها يا شيخنا. ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഒരു സംക്ഷിപ്ത വിവരണം നൽകുവാൻ സാധിക്കുമോ? قواعد الأربع هذه لا شك أنها مهمة ومفيدة، وأن كل مسلم يحرص على معرفتها والعمل بها، لأنها قواعد عظيمة من كتاب الله ومن سنة رسوله صلى الله عليه وسلم ومن هدي السلف الصالح رحمهم الله. ഖവാഇദുൽ അർബ എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നതും ഉപകാരപ്രദവുമാണെന്നതിൽ സംശയമില്ല. ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും ഇത് പഠിച്ചു മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉത്സാഹം കാണിക്കേണ്ടതുണ്ട്. കാരണം ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും സലഫു സ്വാലിഹീങ്ങളായ മുൻഗാമികളുടെ മൻഹജിൽ നിന്നും എടുക്കപ്പെട്ടിരിക്കുന്ന തത്വങ്ങളാണ്. الله إليكم. قال رحمه الله: أسأل الله الكريم رب العرش العظيم أن يتولاك في الدنيا والآخرة وأن يجعلك مباركا أينما كنت. അള്ളാഹു താങ്കൾക്ക് നന്മ വരുത്തട്ടെ. ഗ്രന്ഥകർത്താവ് റഹിമഹുല്ല പറയുകയാണ്, ഉദാരനായ മഹത്വമേറിയ അർശിനുടമയായ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദുനിയാവിലും ആഖിറത്തിലും അവൻ താങ്കളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടും താങ്കൾ എവിടെയാണെങ്കിലും താങ്കളുടെ മേൽ അവൻ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിന് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. نعم، هذا دعاء من الشيخ رحمه الله لمن وجه الكلام إليه، وهذا من نصحه
وإخلاصه للمسلمين، أنه يدعو لكل مسلم عموما ولطلبة العلم خصوصا، فهو إمام ناصح رحمه الله، حريص على توجيه المسلمين إلى ما ينفعهم، ولا سيما في أمور العقيدة التي هي الأساس، فكان يوجه الدعاء لهم أولا، ثم يذكر ما أراد أن يبلغهم من علمه المؤيد بالكتاب والسنة وهدي السلف الصالح. نعم. أحسن الله إليك. ഇത് ഷേഖ് അവറുകളുടെ ഭാഗത്തു നിന്നുള്ളതായ ഒരു പ്രാർത്ഥനയാണ്. ആരോടാണോ സംസാരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഗ്രന്ഥകർത്താവ് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇത് ഗ്രന്ഥകർത്താവിൻ്റെ മുസ്ലിമീങ്ങളോടുള്ളതായ ആത്മാർത്ഥതയുടെയും ഗുണകാംക്ഷയുടെയും ഭാഗമാണ്. മുഴുവൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടും പൊതുവായും ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായും ഗ്രന്ഥകർത്താവ് ഇവിടെ പ്രാർത്ഥനകൾ നടത്തുകയാണ്. മുസന്നിഫ് റഹിമഹുല്ല വളരെ ഗുണകാംക്ഷയേറിയതായ ഒരു ഇമാമാണ്. മുസ്ലിമീങ്ങളെ അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിലേക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിൽ വളരെ ഉത്സാഹമുള്ളയാളായിരുന്നു, പ്രത്യേകിച്ചും അവരുടെ വിശ്വാസപരമായിട്ടുള്ളതായ കാര്യങ്ങളിൽ. കാരണം അതാണ് ദീനിൻ്റെ അടിത്തറ. ഇവിടെ ആദ്യമായി കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുശേഷം അവരെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും സലഫു സ്വാലിഹീങ്ങളുടെ മൻഹജിൻ്റെയും പിൻബലമുള്ളതായ ഇൽമ് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് പിന്നീട് സംസാരിക്കുന്നത്. أحسن الله إليكم. قال الشيخ رحمه الله في رسالته القواعد الأربع: وأن يجعلك ممن إذا أعطي شكر، وإذا ابتلي صبر، وإذا أذنب استغفر. وأن يجعلك ممن إذا أعطي شكر. മുസന്നിഫ് റഹിമഹുല്ല തൻ്റെ അൽ ഖവാഇദുൽ അർബ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, വിഭവങ്ങൾ നൽകപ്പെട്ടാൽ നന്ദി രേഖപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിലും അള്ളാഹു താങ്കളെ ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപ്രകാരം പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമയവലംബിക്കുന്നവരുടെ കൂട്ടത്തിലും പാപങ്ങളിൽ അകപ്പെട്ടാൽ പാപമോചനം തേടുന്നവരുടെ കൂട്ടത്തിലും താങ്കളെ ഉൾപ്പെടുത്താൻ വേണ്ടി. ഒന്നാമതായി, വിഭവങ്ങൾ നൽകപ്പെട്ടാൽ അതിന് നന്ദി രേഖപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ താങ്കളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. نعم، من إذا أعطاه الله رزقا طيبا يشكر الله سبحانه وتعالى، لأن الله قال: وإذ تأذن ربكم لئن شكرتم لأزيدنكم. نعم. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് വിശിഷ്ടമായ വിഭവങ്ങൾ നൽകിയാൽ അവൻ അള്ളാഹുവിനോട് നന്ദിയുള്ളവനാകണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളുടെ റബ്ബ് വിളംബരം ചെയ്തിരിക്കുന്ന സന്ദർഭം ശ്രദ്ധേയമത്രേ. നിങ്ങൾ നന്ദിയുള്ളവരാവുകയാണ് എങ്കിൽ നിശ്ചയമായും നാം നിങ്ങൾക്ക് വർദ്ധനവ് നൽകുന്നതാണ്. أحسن الله إليك. قال رحمه الله: وإذا ابتلي صبر. അള്ളാഹു താങ്കൾക്ക് നന്മ വരുത്തട്ടെ. മുസന്നിഫ് റഹിമഹുല്ല പറയുന്നു, വ ഇദബ്തുലിയ സബർ, പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമയവലംബിക്കുന്നവരുടെ കൂട്ടത്തിലും നിന്നെ അവൻ ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. إذا ابتلي، والابتلاء كل معرض للابتلاء ليتبين بذلك الصابر المخلص لله عز وجل الثابت على دينه ممن هو دون ذلك وإنما طمعه دنيوي،
فإذا ابتلي في دينه لم يصبر على الابتلاء، وإذا أعطاه الله شيئا من الخير فإنه لا يشكر الله سبحانه وتعالى. والله جل وعلا يقول: وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. نعم. പരീക്ഷണം എന്നത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പരീക്ഷണം നൽകുന്നത്? അള്ളാഹുവിനോട് ആത്മാർത്ഥതയുള്ളവരും അവൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്നവരും ആരാണ് എന്ന്, ക്ഷമയോടെ അടിയുറച്ചു നിൽക്കുന്നവരും ആരാണെന്ന് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ലാത്തതായ ആളുകളുണ്ടാകും. അവരുടെ ലക്ഷ്യം ദുനിയാവിൻ്റെ നേട്ടങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ദീനിൻ്റെ കാര്യത്തിൽ അവരെ പരീക്ഷിക്കപ്പെട്ടാൽ ആ പരീക്ഷണത്തിൻ്റെ മേൽ അവർക്ക് ക്ഷമിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു അവൻ്റെ വിഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഖൈറുകൾ അവർക്ക് നൽകിയാൽ അള്ളാഹുവിനോട് അവർ നന്ദിയുള്ളവരാവുകയുമില്ല. അവരിൽ നിന്ന് ക്ഷമയുള്ളവരെയും ആത്മാർത്ഥതയുള്ളവരെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകൾക്കും പരീക്ഷണം ഉണ്ടാകുന്നതാണ്. അള്ളാഹു തആല പറയുന്നു: നിങ്ങളുടെ റബ്ബ് വിളംബരം ചെയ്തിരിക്കുന്നതായ സന്ദർഭം, നിങ്ങൾ നന്ദി ഉള്ളവരാവുകയാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിഭവങ്ങളിൽ ആ വർധനവ് നൽകുന്നതാണ്. അതല്ല, നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നവരാണ് എങ്കിൽ എൻ്റെ ശിക്ഷ വളരെ കഠിനമായതാണ്. قال رحمه الله: وإذا أذنب استغفر. അള്ളാഹു താങ്കൾക്ക് നന്മ വരുത്തട്ടെ. മുസന്നിഫ് റഹിമഹുള്ള പറയുന്നു: വഇദാ അദ്നബ ഇസ്തഗ്ഫർ, പാപത്തിലകപ്പെട്ടാൽ പാപമോചനം തേടുന്നവരുടെ കൂട്ടത്തിലും താങ്കളെ ഉൾപ്പെടുത്താൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. نعم. وإذا أذنب حصل منه ذنب، وقليل من يسلم من الذنوب، ولكن المسلم يبادر بالاستغفار، والله جل وعلا غفور رحيم يغفر لمن طلب منه المغفرة وتوجه إليه بالدعاء بطلب المغفرة، فإن الله قريب مجيب يغفر له. نعم. അതെ, ഒരാൾക്ക് പാപം സംഭവിച്ചാൽ പാപത്തിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. എങ്കിലും പാപത്തിൽ അകപ്പെട്ടാൽ പാപമോചനത്തിലേക്ക് വേഗത കാണിക്കേണ്ടതുണ്ട്, പാപമോചന പ്രാർത്ഥനകളിലേക്ക് വേഗത കാണിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ്. ആരാണോ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവൻ, പ്രാർത്ഥനകളിലൂടെ പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവൻ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അവർക്ക് അള്ളാഹു സമീപസ്ഥനായിരിക്കും, അവർക്ക് ഉത്തരം നൽകുകയും ചെയ്യും. أحسن الله إليكم. قال الشيخ رحمه الله: فإن هؤلاء الثلاثة عنوان السعادة. അള്ളാഹു താങ്കൾക്ക് നന്മ വരുത്തട്ടെ. മുസന്നിഫ് റഹിമഹുള്ള പറയുന്നു: فإن هؤلاء الثلاثة عنوان السعادة. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളുടെ സൗഭാഗ്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്, തലവാചകങ്ങളാണ്. ثلاث: إذا أعطي شكر، وإذا أذنب استغفر، وإذا ابتلي صبر. هذه الثلاث من وفقه الله لها فإن الله فتح له باب السعادة في الدنيا والآخرة. نعم. അതെ, ഈ മൂന്ന് കാര്യങ്ങൾ: വിഭവങ്ങൾ നൽകപ്പെട്ടാൽ നന്ദിയുള്ളവനാവുക, പാപം ചെയ്താൽ പാപമോചനം തേടുക, പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമയവലംബിക്കുക. ഇതാണ് മൂന്ന് കാര്യങ്ങൾ. ആർക്കാണോ ഈ മൂന്ന് കാര്യങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുന്നത്, ഉദവി നൽകുന്നത്, ദുനിയാവിലും ആഖിറത്തിലും സൗഭാഗ്യത്തിൻ്റെ വാതിലുകൾ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കുന്നതാണ്. أحسن الله إليكم. قال الشيخ رحمه الله: اعلم أرشدك الله لطاعته.
ഖാല ഷെയ്ഖു റഹിമഹുല്ലാ, മുസന്നിഫ് റഹിമഹുല്ലാ പറയുന്നു, അലം അർഷദകല്ലാഹു ലിത്വാഅതി, നീ അറിയണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിച്ച് ജീവിക്കാനുള്ളതായ മാർഗദർശനങ്ങൾ നിനക്ക് നൽകുമാറാകട്ടെ. هذا الشيخ رحمه الله حريص على المتعلمين، فيدعو لهم في بداية حديثه معهم، يدعو لهم أن يرشدهم الله لطاعته. نعم. മുസന്നിഫ് റഹിമഹുല്ല വിദ്യാർത്ഥികളായ ആളുകളോട് അതിയായി താല്പര്യം കാണിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോടുള്ള സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനുള്ളതായ തൗഫീക്ക് ലഭിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നു. أحسن الله. قال رحمه الله: اعلم أرشدك الله لطاعته أن الحنيفية ملة إبراهيم أن تعبد الله وحده مخلصا له الدين. അള്ളാഹു താങ്കൾക്ക് നന്മ വരുത്തട്ടെ. മുസന്നിഫ് റഹിമഹുല്ല പറഞ്ഞു, അലം അർഷദകല്ലാഹു ലിത്വാഅതി, നീ അറിയണം അള്ളാഹു അവനെ അനുസരിക്കാനുള്ളതായ തൗഫീക്ക് നിനക്ക് നൽകട്ടെ, അതിനുള്ള മാർഗദർശനം നൽകട്ടെ. അന്നൽ ഹനീഫിയ്യത മില്ലത ഇബ്രാഹീമ അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. ഹനീഫിയ്യത്ത് എന്ന് പറഞ്ഞാൽ, അതായത് മില്ലത്തു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം നീ ഇബാദത്ത് ചെയ്യലാണ്, ഇബാദാത്തുകൾ മുഴുവനും അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്നവനായ നിലയിൽ. الله جل وعلا يقول لنبيه: ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا. والحنيف هو المعرض عما سوى الله، المقبل على الله سبحانه وتعالى، هذا هو الحنيف. والحنيفية ملة إبراهيم عليه السلام. نعم. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം പറയുന്നത് കാണാം: സുമ്മ ഔഹൈന ഇലൈക അൻ ഇത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ. പിന്നീട് നാം താങ്കൾക്ക് വഹി നൽകുകയുണ്ടായി, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാർഗത്തെ താങ്കൾ പിന്തുടരണം എന്നുള്ളതായ വഹി, ഹനീഫായ നിലയിൽ. ഇവിടെ ഹനീഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തതായ ആളുകളെ തൊട്ട് നടക്കലാണ്, തിരിഞ്ഞു കളയലാണ്. അള്ളാഹു അല്ലാത്ത ആരാധ്യരെ തൊട്ട് തിരിഞ്ഞു കളയലാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നേരിടുക, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കാണ് ഹനീഫ് എന്ന് പറയുന്നത്. അവരാണ് ഹനീഫ് എന്നുള്ളത്. ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാർഗത്തിനാണ് ഹനീഫിയത്ത് എന്ന് പറയുന്നത്. أحسن الله إليكم. قال رحمه الله: اعلم أرشدك الله لطاعته أن الحنيفية ملة إبراهيم أن تعبد الله وحده مخلصا له الدين، كما قال تعالى: وما خلقت الجن والإنس إلا ليعبدون. അള്ളാഹു താങ്കൾക്ക് നന്മ വരുത്തട്ടെ. മുസന്നിഫ് റഹിമഹുല്ല പറയുന്നു, അലം അർഷദകല്ലാഹു ലിത്വാഅതിഹി, താങ്കൾ അറിയണം അള്ളാഹു താങ്കൾക്ക് അവനനുസരിച്ച് ജീവിക്കാനുള്ളതായ മാർഗദർശനങ്ങൾ നൽകട്ടെ. അന്നൽ ഹനീഫിയ്യത മില്ലത ഇബ്രാഹീമ അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ, അതായത് മില്ലത്ത് ഇബ്രാഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യലാണ്, ഇബാദാത്തുകൾ അവന് മാത്രം അർപ്പിക്കുന്നവനായ നിലയിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യ ജിന്ന് വർഗങ്ങളെ എനിക്ക് ഇബാദത്ത് ചെയ്യുവാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ. ما هي الحنيفية التي هذا شأنها العظيم؟ أن تعبد الله مخلصا له الدين، فلا تدعو مع الله غيره، وإنما تدعو الله سبحانه وتعالى وحده، لأنه هو الرب الذي بيده ملكوت كل شيء، فتوجه إليه بالدعاء لتنال منه الإجابة في هذه المطالب العظيمة. نعم. എന്താണ് ഹനീഫിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ കാര്യം വളരെ ഗൗരവമുള്ളതാണ്.
അത് നീ അള്ളാഹുവിന് മാത്രം ഇഖ്ലാസോടെ നിഷ്കളങ്കമായി ഇബാദത്ത് ചെയ്യലാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്ത മറ്റാരോടും നീ പ്രാർത്ഥിക്കരുത്. നിന്റെ പ്രാർത്ഥനകൾ അഖിലവും അള്ളാഹുവിന് മാത്രമായിരിക്കണം. കാരണം അവനാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ റബ്ബ് എന്നുള്ളതിനാൽ അവൻ്റെ കരങ്ങളിലാണ് ലോകത്തിൻ്റെ മുഴുവനും അധികാരം. അതുകൊണ്ട് ഇവിടെ മുസന്നിഫ് റഹിമഹുല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മുന്നിട്ടുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ കരഗതമാകുന്നതിന് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ആരംഭത്തിൽ തന്നെ. أحسن الله إليك. قال رحمه الله: فإذا عرفت أن الله خلقك لعبادته فاعلم أن العبادة لا تسمى عبادة إلا مع التوحيد. അള്ളാഹു താങ്കൾക്ക് നന്മ വരുത്തട്ടെ. മുസന്നിഫ് റഹിമഹുല്ല പറഞ്ഞു, ഇദാ അറഫ്ത അന്നല്ലാഹ ഖലഖക ലിഇബാദതി, അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത് അവൻ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നത് നീ മനസ്സിലാക്കിയാൽ, ഫഅലം അന്നൽ ഇബാദത ലാ തുസമ്മ ഇബാദതൻ ഇല്ലാ മഅ തൗഹീദ്, നീ മനസ്സിലാക്കേണ്ട കാര്യം, ഇബാദത്ത് അതിന് ഇബാദത്ത് എന്ന് പേര് പറയുകയില്ല തൗഹീദോടുകൂടെയല്ലാതെ. തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ ഇബാദാത്തുകളെ ഇബാദത്തായിട്ട് പേര് പറയപ്പെടുകയുള്ളൂ, ഇബാദത്തായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. إذا عرفت أن الله خلقك لعبادته كما قال تعالى: وما خلقت الجن والإنس إلا ليعبدون ما أريد منهم من رزق وما أريد أن يطعمون إن الله هو الرزاق ذو القوة المتين. إذا عرفت هذا فقد عرفت دينك وتوجهت إلى الله جل وعلا بهذا الدين العظيم الذي هو طريق النجاة من النار وطريق الفوز بالجنة. نعم. അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് എന്ന ബോധ്യം നിനക്കുണ്ടായിക്കഴിഞ്ഞാൽ, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് പോലെ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യ ജിന്ന വർഗ്ഗങ്ങളെ എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ. മാത്രമല്ല, മാ ഉരീദു മിൻഹുമുർ റിസ്ഖ വമാ ഉരീദു അൻ യുത്ഇമൂൻ, ഞാൻ അവരിൽ നിന്ന് ഉപജീവന മാർഗം ഉദ്ദേശിക്കുന്നില്ല, അവരെനിക്ക് ഭക്ഷണം നൽകുന്നതിനെയും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുവാണ് സകലർക്കും ഉപജീവനം നൽകുന്നവൻ, അവൻ സർവശക്തനും ദൃഢതയുള്ളവനുമാകുന്നു. അപ്പോൾ ഈ കാര്യം നിനക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, നിന്നെ സൃഷ്ടിച്ചത് എന്തിനാണ് എന്നുള്ള ബോധ്യം നിനക്കുണ്ട് എങ്കിൽ, നീ നിന്റെ ദീനിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മുഖേന നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയാൻ സാധിക്കും. ഈ യഥാർത്ഥ ദീൻ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. അതാണ് രക്ഷയുടെ മാർഗം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ളതായ മാർഗവും അതുതന്നെയാണ്. بارك الله فيكم وفي علمكم ونفع بكم الإسلام والمسلمين وجزاكم عنا وعن المسلمين خير الجزاء، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. അള്ളാഹു താങ്കൾക്ക് നന്മ വരുത്തട്ടെ. താങ്കളുടെ ഇൽമിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. താങ്കളെ കൊണ്ടുള്ള ഉപകാരം മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയും മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും താങ്കൾക്ക് നന്മ വരുത്തുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയുമെല്ലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ, അവിടുത്തെ സ്വഹാബികളുടെ മേലും അനുചരന്മാരുടെ മേലും വർഷിക്കുമാറാകട്ടെ.